മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് 80ാം പിറന്നാൾ. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് 80ാം പിറന്നാളും കടന്നുപോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായത് ഇന്നലെയാണ്. ഇന്ന് മുതൽ അദ്ദേഹം വീണ്ടും ഓഫീസിലെത്തി തുടങ്ങും. കണ്ണൂരിലെ പിണറായിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നുവന്ന പിണറായി വിജയന്റെ ജീവിതം പോരാട്ടത്തിന്റെ കഥ കൂടിയാണ്. നിലപാടുകളിലെ കണിശതയും കാർക്കശ്യവുമാണ് വിജയനിലെ നേതാവിനെ വാർത്തെടുത്തത്. കണ്ണൂരിലെ പിണറായിയിൽ 1945 മെയ് 24-ന് മുണ്ടയിൽ കോരന്റെയും ആലക്കണ്ടി കല്യാണിയുടെയും മകനായി ജനിച്ച പിണറായി വിജയൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നുവന്നത്. 26-ാം വയസ്സിൽ 1970-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയ പിണറായി വിജയൻ 1977-ലും 1991-ലും കൂത്തുപറമ്പിൽ നിന്നും വിജയം ആവർത്തിച്ചു. 1996-ൽ പയ്യന്നൂരിൽ നിന്നും 2016-ലും 2021-ലും ധർമ്മടത്ത് നിന്നും വിജയൻ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇ.കെ. നയനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനത്തിലും വിതരണത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ പിണറായി വിജയൻ കൊണ്ടുവന്നിരുന്നു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പാർട്ടിയെ കണിശതയോടെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. 2016-ൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച പിണറായി വിജയൻ 2021-ൽ മുന്നണിക്ക് തുടർഭരണം ഉറപ്പാക്കുകയും ചെയ്തു. അതേസമയം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയിട്ട് നാളെ 9 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്.